ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനോടൊപ്പം മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അല്ലെ. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ ദേവയാനിയാണ്. അങ്ങനെ ദേവയാനി വല്ലാത്ത വിഷമത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. സത്യങ്ങളൊക്കെ നമ്മുടെ ദേവയാനി അറിഞ്ഞിരിക്കുകയാണ്. താൻ ഇത്രയും നാൾ നയനയോട് ചെയ്തത് വലിയൊരു ക്രൂരതയാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ദേവയാനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. എങ്ങനെയാണ് നയനയുടെ മുമ്പിൽ ചെന്ന് നിൽക്കാന്നൊന്നും അറിയില്ല. ഏതായാലും ഈ ഒരു സമയത്ത് നമ്മുടെ ജയൻ അകത്തേക്ക് കയറി വരിക. അപ്പൊ ജയൻ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും ഭയങ്കര കരച്ചില് നമ്മുടെ ദേവയാനി. അപ്പൊ കരയുന്നത് കണ്ടിട്ട് സ്വാഭാവികമായിട്ടും ചോദിക്കുമല്ലോ. അപ്പൊ ജയൻ ചോദിച്ചു, എന്താ ദേവയാനി നിനക്ക് പറ്റിയത്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നിനക്ക് നിന്റെ മരുമകളെ പോയി ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നൂടെ? അതുകൊണ്ടല്ലേ നിന്നോട് എല്ലാവരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? അവള് എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? പോട്ടെ, എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിലും അവള് നിന്റെ മരുമകളാണ്. നിന്റെ മകൻ ഇപ്പൊ സ്നേഹിക്കുന്ന മകന്റെ ഭാര്യയാണ്. ആ ഒരു നിലയ്ക്ക് നമ്മുടെ മകന്റെ സങ്കടമെങ്കിലും മനസ്സിലാക്കിയിട്ട് നിനക്ക് അവളെ ഒന്ന് പോയി വിളിച്ചൂടെ? വേണ്ട, വിളിക്കണ്ട. ഒരു ഫോൺ കോൾ എങ്കിലും വിളിച്ചിട്ട് അവളോടൊന്ന് വരാൻ പറയത്തില്ലേ? അങ്ങനെ ഒരു മനസ്സ് നിനക്ക് കാണിക്കത്തില്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, ഞാൻ അവളെ വിളിക്കണം എന്നാണോ എല്ലാവരും പറയുന്നത്? എല്ലാവരും എന്റെ സങ്കടം മനസ്സിലാക്കുന്നില്ലല്ലോ, എന്റെ വിഷമം അറിയുന്നില്ല. ഞാൻ 100 തവണ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചില്ലേ ആരാണ് എനിക്ക് കരള് ദാനം തന്നത് എന്ന്? അതുപോലും നിങ്ങൾ പറയാൻ കൂട്ടാക്കുന്നില്ല. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ അതെന്തുകൊണ്ട് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത്? അതെന്താണെന്നെങ്കിലും ഒന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പം നമ്മുടെ ജയൻ പറഞ്ഞു, അത് പിന്നെ ദേവയാനി, അത് നിന്നിൽ നിന്ന് മറച്ചു വെക്കണമെങ്കിൽ അതിനെന്തെങ്കിലും കാരണം കാണുമല്ലോ. അപ്പം ആ ഒരു കാരണം ഏതായാലും നിനക്ക് ദോഷമാകുന്നതല്ല. നിനക്ക് ദോഷമാകുന്നത് ഒരിക്കലും ഈ വീട്ടുകാർ ചെയ്യില്ല എന്ന് നിനക്കറിയാലോ. നിന്റെ മകനോ ഞാനോ അതുപോലെ തന്നെ അച്ഛനോ അമ്മയോ ഒന്നും അത് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് നീ അതോർത്ത് ബോധേഡാകാതെ നീ ഇപ്പൊ ചെയ്യേണ്ടത് നിന്റെ മകനെ, നമുക്ക് ആകെ ഒരു മകനേ ഉള്ളൂ. നമുക്ക് കുറെ എണ്ണമൊന്നും ഇല്ലല്ലോ, ഒറ്റൊരു മകനേ ഉള്ളൂ. അവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനല്ലേ നമ്മൾ ഇനി ജീവിക്കേണ്ടത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, മനസ്സിലാക്ക്, നീ എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ട് നീ നയനെ ഒന്ന് വിളിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ജയൻ അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും നമ്മുടെ ദേവയാനി കണ്ണീരൊക്കെ അങ്ങ് തുടച്ച് രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ദേവയാനി മനസ്സിനെ എന്താ പറയാ, മനസ്സിനെ പറഞ്ഞ് ഊട്ടി ഉറപ്പിക്കുക. ഏതായാലും ഇനി കരയുകയോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇനിയിപ്പം നമ്മുടെ ദേവയാനിയുടെ കളിയാണ് കേട്ടോ. അപ്പൊ ഇത്രയും നാള് നമ്മുടെ ദേവയാനിനെ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കില്ല. അപ്പൊ ദേവയാനി മനസ്സിൽ വിചാരിക്കുക, എന്നെ എല്ലാവരും വിഡ്ഢിയാക്കിക്കൊണ്ടിരുന്നു, എന്നോട് ആരും സത്യങ്ങളൊന്നും പറഞ്ഞില്ല, പിന്നെ എന്തിന് ഞാൻ അറിഞ്ഞ സത്യം ഇവരോട് പറയണം? ഞാൻ അത് എത്ര പാടുപെട്ടാണ് കണ്ടുപിടിച്ചതെങ്കിലും അത് എന്റെ മനസ്സിലിരുന്നാ പോരെ? പിന്നെ എനിക്ക് കരള് ദാനം തന്ന മരുമകളെ ഞാൻ എന്റെ മനസ്സുകൊണ്ട് സ്നേഹിച്ചാ പോരെ? ഇപ്പൊ ഏതായാലും നയനയും ഈ വിവരം അറിയരുത്. അതുപോലെ അനന്തപുരി തറവാട്ടിലെ ഒരാളും ഈ വിവരം അറിയരുത്. ഞാൻ മാത്രം ഇത് അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉറപ്പിക്കുന്നു. ഏതായാലും ഇതിനു ശേഷം നമ്മുടെ ജാനകി പരാതിയായിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വേറെ ഒന്നുമല്ല, തന്റെ മരുമകളെ കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനെ ജാനകി ചെന്ന മൂർത്തിയോടും അതുപോലെ തന്നെ വസന്തരയോടും പറയാണ്, അച്ഛനും അമ്മയ്ക്കും എന്താ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തത്? നിങ്ങൾ നയനയെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ മുൻപിട്ട് നിൽക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ട് എന്റെ മരുമകളെ കൊണ്ടുവരാൻ നിങ്ങൾ മുൻപിട്ട് ഇറങ്ങുന്നില്ല? നയനയെ ഇവിടെ നിന്ന് എന്താ പല്ലക്കിലേന്തി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുക. എന്റെ മരുമകൾ എന്ത് തെറ്റാ ചെയ്തത്? നിങ്ങൾ എന്താ എന്റെ മരുമകളെ കൊണ്ടുവരാത്തത്? അതും എന്റെ മകന്റെ ജീവിതമല്ലേ പോകുന്നത്? അതെന്തുകൊണ്ട് അച്ഛനും അമ്മയും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നയനമോളെയും അതുപോലെ അനാമിക മോളെയും നീ കമ്പയർ ചെയ്യരുത്, നീ അവരെ തമ്മിൽ താരതമ്യം ചെയ്യരുത്. എന്ത് യോഗ്യത നയനയിൽ നിന്നും കൂടുതൽ അനാമികയ്ക്കുള്ളത്? നിനക്കൊന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ നോക്കുന്ന കണ്ണുകൊണ്ടാണെങ്കിൽ എന്റെ മരുമകൾക്ക് തന്നെയാണ് യോഗ്യത കൂടുതൽ. എന്റെ മരുമകളാണ് ഈ വീട്ടിൽ കയറി വരാൻ യോഗ്യതയുള്ള മരുമകള്, അല്ലാതെ അവളല്ല. ഞാൻ പറയുന്നില്ല, ഏട്ടത്തി ഇടയ്ക്ക് പറയുന്നത് പോലെ അവള് മുഖം മറച്ചു വന്ന് മറ്റവരെ എല്ലാവരെയും പറ്റിക്കുകയല്ലായിരുന്നോ? അതുപോലെ അല്ല എന്റെ അനാമിക മോളെ ഒരു കോടീശ്വരന്റെ പുത്രിയ, അറിയാലോ. അതുപോലെ തന്നെ എന്റെ അനിയെ സ്നേഹിച്ചും അതുപോലെ ഈ വീട്ടുകാരെ സ്നേഹിച്ചും ഈ കുടുംബത്തെ സ്നേഹിച്ചും ഒക്കെ അവൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത്, അല്ലാതെ ഇവിടുത്തെ പണമൊന്നും മോഹിച്ചിട്ടല്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൂർത്തി പറഞ്ഞു, വസന്തരെ നീ നിർത്ത്, ഇവളോട് എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ വെറുതെ ഇവളോട് ഓരോന്ന് പറഞ്ഞ് നമ്മുടെ സമയം കളയുന്നത്? പിന്നെ നിന്റെ മകന്റെ ജീവിതം തകർക്കാനൊന്നും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഏതായാലും നയനയുടെ അത്രവും ഒരിക്കലും ഈ വീട്ടിലെ ഒരാളും നിങ്ങളും മരുമക്കളാണല്ലോ,
നീയും ദേവയാനിയും ഒക്കെ മരുമക്കളാണ്. പക്ഷെ അവര് പോലും നയനയോടൊപ്പം നിൽക്കാറായിട്ടില്ല. അതുകൊണ്ട് നയനയായിട്ട് താരതമ്യമൊന്നും ചെയ്യണ്ട. പിന്നെ നിന്റെ മകന്റെ ജീവിതം അത് ഞങ്ങൾ നശിപ്പിക്കുന്നൊന്നുമില്ലല്ലോ. അത് അവന്റെ ഭാര്യ തന്നെയാണ് നശിപ്പിക്കുന്നത്. അതുമല്ല, നിന്റെ മകന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബന്ധമല്ല നീ മകന് ചെയ്തു കൊടുത്തിരിക്കുന്നത്. നിന്റെ മകന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ബന്ധമായിരുന്നു എങ്കിൽ അവരിപ്പം നല്ലതുപോലെ ജീവിച്ചേനെ. പക്ഷെ നീ എന്താ അവിടെ ആഗ്രഹിച്ചത്? നീയും അവിടെ സ്വാർത്ഥയായില്ലേ? നീയും അപ്പം നയനയുടെ കുടുംബക്കാരെയും തള്ളിപ്പറഞ്ഞില്ലേ? ആ നന്ദു എന്ന് പറയുന്ന പെൺകുട്ടി ആയിരുന്നെങ്കിലേ ഇപ്പൊ അനി സന്തോഷത്തോടു കൂടി ജീവിച്ചേനെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ജാനകിക്ക് ദേഷ്യം വന്നിട്ട് ജാനകി പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തിനാ വെറുതെ വീണ്ടും വീണ്ടും അവളുടെ പേര് ഇങ്ങോട്ട് വലിച്ചഴക്കുന്നത്? അവള് കാരണമാ എന്റെ അനാമിക മോള് പോയത്. വീണ്ടും അവളുടെ പേര് വലിച്ചഴക്കരുത്. ഇനിയിപ്പൊ അനാമിക മോളെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിലും ഒരിക്കലും അവളെ ഞാൻ ഈ തറവാട്ടിലേക്ക് എന്റെ മരുമകളായിട്ട് കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അങ്ങ് പോയിട്ടോ ജാനകി. അപ്പോഴത്തേക്കും വസന്തര് പറഞ്ഞു, ഇനിയിപ്പൊ എന്താ ചെയ്യുക? ഇദ്ദേഹത്തിനോട് ഞാൻ എങ്ങനെയാ പറയുക? ഇനിയിപ്പം എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോ മുത്തശ്ശൻ പറഞ്ഞു, വേറെ ഒന്നും അല്ല നമ്മളിപ്പം നോക്കേണ്ടത്, അനിയുടെ ജീവിതം സേഫ് ആക്കണം. ഏതായാലും അനാമികയെ കൂട്ടിക്കൊണ്ട് വരാന് നമുക്ക് അനിയോട് പറയാം. അനിയോട് പറഞ്ഞിട്ട് അനാമികേനെ കൂട്ടിക്കൊണ്ട് വരുവാണെങ്കിൽ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ. ഇനിയിപ്പൊ എത്ര ഇഷ്ടമില്ലാത്ത ബന്ധമാണെങ്കിലും രണ്ടുപേരും രണ്ടുപേരും വിവാഹം കഴിച്ചു. അവരിനി ജീവിച്ചേ പറ്റൂ. നമ്മളും മാക്സിമം അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ലാതെ ഇനിയിപ്പം അനിയോട് വേറെ രീതിയിൽ അനാമികയെ കരിവാരി തേക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അവന് വീണ്ടും അനാമികയോടുള്ള ദേഷ്യമാകും. അങ്ങനെ അവരുടെ കുടുംബം തകർന്നു പോകും. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ അവനോടൊന്ന് പറയാം എന്നിങ്ങനെ മൂർത്തി പറഞ്ഞു. ഏതായാലും മൂർത്തി മുത്തച്ഛൻ നേരെ ചെന്ന് അനിയോട് പറയുകയാണ്, മോനെ അനി, നിന്റെ മുഖത്ത് എന്താ മോനെ അനി ഇത്രമാത്രം വിഷമം? നീ ഒരു കാര്യം ചെയ്തേ, അനാമിക മോളെ പോയി കൂട്ടിക്കൊണ്ട് വന്നേ. അനാമിക മോളെന്നൊന്നും പറയുന്നില്ല കേട്ടോ, അനാമികനെ പോയി കൂട്ടിക്കൊണ്ട് വന്നേ. നീ അതാ ചെയ്യേണ്ടത്. അല്ലാതെ നീ എപ്പോഴും ഇങ്ങനെ വിഷമിച്ച് എന്തിനാ നടക്കുന്നത്? പണ്ടൊക്കെ നിന്റെ മുഖത്ത് എന്തൊരു പ്രസരിപ്പായിരുന്നു. നീ കവിതയും എഴുതി എല്ലാവരുടെയും ഇവിടുത്തെ ഏറ്റവും ചെറിയൊരു മകനായിട്ട് കുട്ടി കളിച്ച് നടന്നിരുന്ന ആ അനി അല്ല നീ ഇപ്പം. അതുകൊണ്ട് ഞാൻ പറയാ, ജീവിതം നമുക്ക് ഒരിക്കലും കാണിച്ചു തരാൻ പറ്റുന്ന കാര്യമല്ല. ജീവിതം ജീവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ വേറെ ഒന്നും നോക്കണ്ട. നീ അനാമികയെ തിരിച്ചു കൊണ്ടുവരണം. നീ പോയി കൂട്ടിക്കൊണ്ട് വരണം. നീ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ നീ പോയി കൂട്ടിക്കൊണ്ട് വരിക തന്നെ ചെയ്യണം. നിന്റെ അമ്മയ്ക്കും ഒത്തിരി സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന കാണാനാ ഇവിടെ ഉള്ളവരെല്ലാവരും ആഗ്രഹിക്കുന്നത്. നീ പറയുന്നു അനാമികയെ നിനക്ക് ഇഷ്ടമല്ല, അനാമികയെ നിനക്ക് ഭാര്യയായി അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ. ഇതുപോലെ തന്നെ ആയിരുന്നു ആദർശം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ നയനയും നമ്മുടെ അനാമികയും താരതമ്യം ചെയ്യാൻ പറ്റില്ല എങ്കിലും നീ ആദർശിന്റെ വഴിയിലൂടെ ചിന്തിക്കുക. നീ ചിന്തിച്ചു നോക്ക്, നിന്റെ ഭാര്യയെ നീ സ്നേഹിച്ചു നോക്ക്. അവള് നിന്റെ അടുത്ത് വരുവോ, നീ പറയുന്നത് കേൾക്കുവോ എന്നൊക്കെ നമുക്കറിയാം. പിന്നെ ഭാര്യയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഏതൊരു കുടുംബ ജീവിതത്തിനും അതൊക്കെ തന്നെയാണ് നല്ലതെന്ന് ഇങ്ങനെ പറയാം. ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ ദേവയാനി നേരെ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒക്കെ എടുത്ത് എന്നിട്ട് പറയുകയാണ്, ഞാന് നയനയുടെ വീട് വരെ പോവുകയാന്ന്. അപ്പൊ പെട്ടെന്ന് മുത്തശ്ശിയും ചോദിച്ചു, എന്തിനാ നീ നയനയുടെ വീട് വരെ പോകുന്നത്? അത് പിന്നെ എനിക്ക് നയനയുടെ വീട് വരെ പോയേ പറ്റൂ. ഇനിയിപ്പം ഞാൻ കാരണം ഇവിടെ ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകണ്ട. ഞാൻ കാരണം ആരും ഇവിടെ ഉറങ്ങാതെയോ ഉണ്ണാതെയോ ഒന്നും ഇരിക്കണ്ട. ഇനിയിപ്പം ഞാൻ പോയിട്ട് അവളെ ഇങ്ങോട്ടേക്ക് വരുവുള്ളെങ്കിൽ ഞാൻ പൊക്കോളാം, അവളെ ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വന്നോളാന്ന് പറഞ്ഞു. ഇത് വല്ലൊരു അതിശയം തന്നെ ആയിപ്പോയിട്ടോ. അപ്പൊ മൂർത്തി പറയുന്നുണ്ട്, അറിയാം, ദേഷ്യത്തിൽ തന്നെ നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഏതായാലും നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിലും നയനമോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ എന്റെ ജീവൻ ഒന്നും കൂടെ പുനർജനിക്കുക ചെയ്യുന്നത്. അതുപോലെയാ എനിക്ക് നയനമോൾ ഈ വീട്ടിലുള്ളപ്പം. നീ ഏതായാലും പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞ് നമ്മുടെ ദേവയാനി നേരെ ചെല്ലുകയാണ് ഇങ്ങോട്ടേക്ക്, നമ്മുടെ നയനയുടെ അടുത്തേക്ക്. അങ്ങനെ നയനയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അപ്പം പെട്ടെന്ന് കയറി വരുന്നു നമ്മുടെ ദേവയാനി. കയറി വരുന്നതും കാണുന്നത് ഗോവിന്ദനും കനകദുർഗയും കനകയൊക്കെ തന്നെയാണ്. കനകദുർഗ നിന്നി ഞാൻ പ്രയോഗിക്കുന്നില്ല കേട്ടോ, കുറെ പേര് പറഞ്ഞു ദുർഗ എന്നൊന്നും പറയണ്ട, കനകം അല്ലെങ്കിൽ കനക. ഓക്കെ, നമ്മുടെ കനകയും അതുപോലെ തന്നെ ഗോവിന്ദനും നന്ദു ഒക്കെ ഉണ്ട്. അപ്പൊ ഇവരൊക്കെ കാണുക. അപ്പം ദേവയാനി വരുന്നത് കണ്ടത് പേടിച്ചു പോയിട്ടോ. പെട്ടെന്ന് നന്ദു, അമ്മ ഇത് ആരാ വരുന്നതെന്ന് നോക്കിക്കേ, ആദർശേട്ടന്റെ അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ ഇവരെല്ലാം പേടിച്ചു വരച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആദർശിന്റെ അമ്മ ആയ ദേവയാനി കയറി വന്നതും ദേവയാനി ചേച്ചി കയറി വന്ന് ഇരിക്കൂ എന്നൊക്കെ പറയുകയാണ്. അപ്പൊ പറഞ്ഞു, ഞാൻ വേറെ ഒന്നിനും അല്ല വന്നത്, നിങ്ങളുടെ ക്ഷണമൊന്നും സ്വീകരിച്ചല്ല വന്നത്. അപ്പം അതിനു മുമ്പ് തന്നെ ദേവയാനി മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഒരിക്കലും ഞാൻ ഈ സത്യം അറിഞ്ഞെന്ന് വേറെ ആരും അറിയാൻ പാടില്ല. പ്രത്യേകിച്ച് നയനയുടെ വീട്ടുകാരോ ഇത് അറിയരുത്, അതുപോലെ അനന്തപുരിക്കാരോ ഒന്നും അറിയരുത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗൗരവമായിട്ട് തന്നെ വേണം അങ്ങോട്ടേക്ക് ചെല്ലാൻ. സ്നേഹത്തിന് ഒന്നും പറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഏതായാലും അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും
നമ്മുടെ നയനയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നയനയെ കാണാൻ വേണ്ടി റൂമിനകത്തേക്ക് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നയന കയറി വാ അമ്മയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ചോദിക്കുന്നു, നിനക്കിപ്പോ സമാധാനമായോ? അല്ല, ഞാൻ നിന്റെ കാൽച്ചോട്ടിൽ വരണമെന്നാണല്ലോ നീ ആഗ്രഹിച്ചത്. ഇപ്പൊ ഞാൻ ദേ നിന്റെ കാൽച്ചോട്ടിൽ വന്ന് കരഞ്ഞ് കാലെ തൊഴുത് വിളിക്കുക, ബാ അനന്തപുരി തറവാട്ടിലേക്ക്. ഇതെല്ലാം എന്റെ മകൻ കാരണമാ. അവന്റെ സങ്കടവും അവന്റെ ഉറക്കമില്ലായ്മയൊക്കെ കണ്ട് ഞാൻ മടുത്തു. ഇനി ഞാൻ കാരണം എന്റെ മോനൊരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നീ അവനെ വശീകരിച്ചു വെച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. എന്നിട്ട് പുറം തിരിഞ്ഞു നിന്നിട്ട് നമ്മുടെ ദേവയാനി കണ്ണുനീരൊഴുക്കിയ പോലെ നിൽക്കുകയാണ്. ഞാൻ എന്തു മഹാഭാവമാണ് ഈശ്വര ഈ പറയുന്നത്. എനിക്ക് അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവളെ ഒന്ന് ആശ്വസിപ്പിക്കണം, അല്ലെങ്കിൽ ഒന്ന് കെട്ടിച്ചേർത്ത് പിടിക്കണം എന്നൊക്കെയുണ്ട്. പക്ഷെ എനിക്ക് അതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത്. അടിപൊളി എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നതും വരാൻ പോകുന്നതും ഒക്കെ. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ തന്നെ കാണുക. നമ്മൾ ഇന്ന് രാവിലെ 7:30 ഫുൾ വിശേഷവുമായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ രാവിലത്തെ ഇന്നത്തെ ഫുൾ വിശേഷം കുറച്ച് സീനിനൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 3 മണി 3:30 ആയപ്പോഴത്തേക്കും ഒറിജിനൽ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒത്തിരി പേര് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഏതായാലും രാവിലെ ഇച്ചിരി സീൻ മാറിപ്പോയത് കൊണ്ടാണ് ഞാൻ ഒറിജിനൽ വിശേഷം ഇട്ട് തന്നത്. അല്ലെങ്കിൽ നിങ്ങൾ പറയൂലേ ചിന്നു കള്ളം പറഞ്ഞു എന്ന്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം കുറച്ച് പേരൊക്കെ കണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.